മതിയാ? എവിടെ രണ്ടെണ്ണം എവിടെ? അവര് കഴിച്ചോ? എപ്പോഴേ കഴിച്ച്. ഒരുത്തി ഡയറ്റ് ഫുഡ്, ദോശയൊന്നും കഴിക്കൂലല്ലോ, കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ. മറ്റവള് 2 റൗണ്ട് കഴിഞ്ഞു. അതെ, ഇതൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചു നിൽക്കുന്നത്. ചിന്നുനെ ഈ അടുത്തെല്ലാം വിളിച്ചായിരുന്നോ? ചിന്നുനെ രാമനെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. എന്ത് വിളിക്കാത്ത? സമയം കിട്ടില്ല മണി, തിരക്കല്ലേ. ഞാൻ സമയം കിട്ടില്ല എന്നും പറഞ്ഞ് വിളിക്കാതിരുന്നാലും ആ കൂടെ ഒരു പെങ്ങളാണുള്ളത്. അവളെ വിളിച്ച് എന്തൊക്കെ പരാതി പറഞ്ഞെന്നറിയോ എൻ്റെ അടുത്ത്. ആ കൂടെ ഉള്ള ഒരു കൂടെ പിറപ്പാണ്, അച്ഛൻ പോലും ഇല്ല, എല്ലാം ചേട്ടൻ നോക്കിക്കോളാന്ന് ഡയലോഗ് അടിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കത്തില്ല, ഒരു ആവശ്യ ഘട്ടത്തില് തിരിഞ്ഞു നോക്കാത്ത മൊരടനായ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പറഞ്ഞിടാണ്. കുറെ കാര്യം പറഞ്ഞു. അവള് പരാതിയൊക്കെ പറയും, അത് ശരിയാണ്. പക്ഷെ മണി മൊരടൻ അവള് പറയില്ലല്ലോ. അത് നീ കൈ നീട്ടല്ലേ? മൊരടൻ എന്നുള്ള വാക്ക് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, പക്ഷെ ബാക്കിയെല്ലാം പറഞ്ഞു. ഓ, വലിയ സ്നേഹമുള്ള പെങ്ങള്. ഞാൻ വിളിച്ചില്ല, ശരിയാണ്, സമയം ഇല്ലായിരുന്നു. അവൾക്ക് ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ? നീ ആലോചിച്ചോക്കെ, പണ്ട് നാഴികക്ക് 40 വട്ടം ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നവരാ. ഇപ്പോഴോ? പിന്നെ ഒരു കാര്യം, അവള് ഹാപ്പിയാണ്. അതെ, ഈഗോയും വെച്ചോണ്ടിരുന്നത്. ഞാൻ വിളിച്ചില്ല, നീ വിളിച്ചില്ല എന്ന് പരാതിയും പറഞ്ഞോണ്ടിരുന്നോ? അങ്ങനെ സഹോദരന്മാര് ഒരു സ്നേഹം ഇല്ലാണ്ടായി പോവും. അങ്ങനെയൊന്നും പറഞ്ഞോണ്ടിരിക്കണ്ട. ഈ ഈഗോയെ കളഞ്ഞിട്ടൊന്ന് വിളിക്കാം അവളെ. ഞാൻ വിളിച്ചോളാം. അവൾക്ക് എത്ര വിഷമം ഉണ്ടായിട്ടാണ്. എനിക്ക് മണിക്കുട്ടൻ ചേട്ടൻ വിളിച്ചില്ലെങ്കിൽ എന്ത് വിഷമം വരും അല്ലേ? പിന്നെ അവളെ കാര്യം മനസ്സിലാക്കി കൂടെ. അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പണ്ടത്തെ പോലെയാണ്. ഫ്രീ ബേർഡായിട്ട് നടന്നപ്പം വിളിക്കും വരും ഒക്കെ ചെയ്യും. അവിടെ ആരുടെ കാര്യം നോക്കണം? പണ്ട് അമ്മയുടെ മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ രാമന്റെ കാര്യം നോക്കണം, വീട്ടിലെ സകല കാര്യങ്ങളും നോക്കണം, ഉണ്ണിമാമന്റെ കാര്യം നോക്കണം. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മണി, ഞാൻ വിളിച്ചോളാം അവളെ. ഓ, പരാതി പറയാൻ തന്നെ വിളിക്കുന്നത്. അല്ല, മണിക്കൂട്ടനെ കുറെ ദിവസമായാലും വന്നിട്ട്. വരാന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എന്തോ വിളവെടുപ്പ് കൊടുക്കണമെന്ന്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അല്ല, സൂപ്പർ മാർക്കറ്റിൽ പോണം, കുറച്ച് സാധനം വാങ്ങിക്കാണ്ട്. ഞാൻ ലിസ്റ്റ് ഇട്ട് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് അയച്ചിരാം. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് ഒരുമിച്ച് പോവാം. നീ വാ. ബെസ്റ്റ്. ഞാനും കൂടെ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും മുന്നേ 2 എണ്ണം ചാടി ഇറങ്ങും. എന്നിട്ട് അവിടെ ചെന്നിട്ട് അറിയാലോ എന്താ അവസ്ഥയെന്ന്. ഓ, അയ്യോ, വേണ്ട. എന്താ ഒരുത്തി കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കും. മറ്റേവള് ഫുഡ് ഐറ്റം തേടി അങ്ങോട്ട് ഇറക്കും. അവസാനം എന്റെ പോക്കറ്റിലെ പൈസ മൊത്തം പോകും. വേണ്ട. അപ്പം ഞാൻ പറഞ്ഞ കാര്യം വിഷയം മാറിപ്പോവല്ലേ. സാധനം വാങ്ങിക്കാൻ പോണെന്ന് ചിന്നുന്റെ കാര്യം വിളിക്ക്. ഞാൻ പറഞ്ഞിട്ട് വിളിക്കാണെന്ന് പറയല്ലേ? ഞാൻ പറയൂ, എനിക്ക് അറിഞ്ഞില്ല, ഞാൻ വിളിച്ചോളാം. പരാതി പറയാനേ കാണുള്ളൂ നേരം. വരാതെയല്ല, അവള് ചാടും, ഒരുപാട് കിടന്ന് ചാടും. അത് മൊത്തം സമാധാനത്തിൽ ഒന്നും തിരിച്ചു പറയണ്ട, കേട്ടോണ്ടിരിക്കുക. അവളുടെ വിഷമം മൊത്തം പറഞ്ഞു തീർക്കുമ്പോ കാര്യം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ വീണ്ടും അടിയോ. എന്റെ പൊന്നെ, ശരി, ഞാൻ വിളിച്ചോളാം, കുഴപ്പമില്ല. ചായ ഉണ്ടോ? ഇല്ല, എടുക്കാം. നീ ആ വോളി ഒന്ന് കുറച്ച് വെക്കടി, പഠിക്കാനും സമ്മതിക്കൂല. നീ ഇരുന്ന് പടി, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അതിന് എനിക്ക് പറയാനുള്ളത്, കോൺസെൻട്രേഷൻ ഉണ്ടായി അതിനകത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. അപ്പൊ ഇത് കേൾക്കണ്ടല്ലോ. എടി, ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്റെ ശ്രദ്ധ പോവുകയാണ്. നീ താഴെ പോ. ഇടറെങ്കി ഞാൻ ഇവിടെ എത്ര തവണ പഠിച്ചോണ്ടിരുന്നപ്പോ നീ ഈ എന്നൊക്കെ പറഞ്ഞോണ്ടാണ് ഇവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് കളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കുന്നത്. ഞാൻ വല്ലോ പറഞ്ഞതിന്നെ? എടി, അത് എന്റെ റൂമിലാണ് ഞാൻ ഇരുന്ന് സൂമ്പയും തൂമ്പയൊക്കെ കളിച്ചത്. നീ താഴെ പോയി ചെന്നിരുന്ന് ചെയ്, അല്ലെങ്കിൽ ഇരുന്ന് കാണ്. പോ. നിന്റെ റൂമാണെന്ന് നിനക്ക് ഇവിടെ എഴുതി തന്നെ ആണ്. നിനക്ക് കണ്ടൂടെ എന്റെ റൂമാണെന്ന്? ഒന്നും പഠിക്കാനും സമ്മതിക്കൂല. എപ്പ നോക്കിയാലും വോളിയം കൂട്ടി വെച്ച്. ചേച്ചി, ഞാൻ വണ്ണം കുറയാനുള്ള സാധനങ്ങൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എന്തോന്ന് വണ്ണം കുറേ? എടേ, അത് വണ്ണം കുറേ മൊബൈൽ കുത്തി ഇരുന്നെന്ന് പറഞ്ഞ വണ്ണം ഒന്നും കുറയൂല. അതിന് മെയ്യാണ് തീറ്റ കുറയ്ക്കണം. പല പ്രാവശ്യം പറഞ്ഞിട്ട് തീറ്റയുടെ കാര്യം പറയാറുണ്ട് കേട്ടല്ലോ. പുതിയ കണ്ടുപിടുത്തവള് മൊബൈൽ നോക്കി ഇരുന്ന വണ്ണം കുറയും. ചേച്ചി, ആ ഒരു കാര്യം ചോദിച്ചാ എന്തു പാടി? എടി, ഇവിടെ നോക്ക്. പറ. നിനക്കേ ഈ കീറ്റോ ഡയറ്റിനെ പറ്റി എന്താണ് അഭിപ്രായം? കീറ്റോ ഡയറ്റിനെ കുറിച്ച് എന്റെ അടുത്ത് ഒന്നും ചോദിച്ചു പോയത്. അത് അൺഹെൽത്തി ഡയറ്റ് ആണ്. അതിന് ഞാൻ ഒരിക്കലും സജഷൻ ചെയ്യില്ല. പിന്നെ അൺഹെൽത്തി ഡയറ്റ്? ഇനി എത്ര സിനിമ നടന്മാരും നടിമാരൊക്കെ ഈ ഡയറ്റ് എടുക്കുന്നത്? അവർക്കൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ലേ? നീ ചെന്ന് അന്വേഷിക്കും ഒന്നും സംഭവിച്ചില്ലേ ഇല്ലേന്ന്. എടാ, അത് അൺഹെൽത്തി ഡയറ്റ് ആണ്, അത് എടുക്കാൻ പാടില്ല. പിന്നെ നിന്റെ LDL കൊളസ്ട്രോൾ ഒക്കെ കൂടി, LDL കൊളസ്ട്രോൾ, ബാഡ് കൊളസ്ട്രോൾ എല്ലാം കൂടി അവസാനം റാഷസ് ഒക്കെ പിടിച്ചിരിക്കാം ഒരു മൂലയിൽ. നിനക്ക് അതിന് ബീഫും ചിക്കനൊക്കെ തിന്നാൻ വേണ്ടിട്ടല്ലേ നീ കീറ്റോയും പൊക്കിക്കൊണ്ട് വന്നേ? എളുപ്പമുണ്ടല്ലോ റെങ്കി, നമുക്ക് ഫുഡ് കഴിച്ച് വണ്ണം കുറയും. ഇന്ത മെനക്കെട്ട പരിപാടി ഒന്നും ചെയ്യണ്ടല്ലോ. ഒരു പരിപാടിയും ചെയ്യണ്ട, അസുഖം വരുമ്പോ പഠിച്ചോ. നീ കൂടുതൽ ചാട വർത്താനൊന്നും ബാലൻസ്ഡ് ഡയറ്റ് ആണ് ഈ ശരീരത്തിന്. ബാലൻസ്ഡ് ഡയറ്റ് അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലത്. അല്ലാതെ നീ പറഞ്ഞ പോലെ കീറ്റോ
തീറ്റയൊന്നും അല്ല. നീ വലിയ സംഭവം തന്നെ ഇറങ്ങിയോ, ഞാൻ സമ്മതിച്ചു. നീ ഇവിടെ ആരുടെയോ പടം കണ്ടിട്ട് അതുപോലെ മെലിയാൻ വേണ്ടിട്ട് ആ ജിമ്മിന്റെ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും 2 സാധനം എടുത്ത് ഡമ്പൽ എടുത്ത് തൂക്കി. അപ്പൊ ഇച്ചിരി മെലിഞ്ഞെന്ന് വെച്ചു ഇത്ര അഹങ്കാരം ഒന്നും എന്റെ അടുത്ത് കാണിക്കണ്ട കേട്ടോ. ഓ മെലിഞ്ഞോ ഇല്ലയോ, ഞാൻ അതിനു വേണ്ടി നല്ല പോലെ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് നീ മെലിഞ്ഞു. അതുപോലെ ഡയറ്റും എടുക്കണുണ്ട്. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ പോലത്ത്. എടി നീ താഴെ പോയിരുന്നു കാണടി. സൗണ്ട് കുറച്ച് വെച്ചാ പോരെ? സൗണ്ട് കുറച്ച് വെച്ച് കാണും. കഷ്ടം ഇത്. ഓ ഈ ചേച്ചിയെ സമ്മതിച്ചേട്ടാ. കിട്ടണ തന്നെ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ. ചേച്ചി നോക്ക്, ചേച്ചിയുടെ ട്രാൻസ്ഫോർമേഷൻ നോക്ക്. 6 മാസം കൊണ്ട് 25 കിലോ കുറച്ച്. അയ്യോ 10 വയസ്സ് കുറഞ്ഞതുപോലല്ലേ ആ ചേച്ചിയെ കാണാൻ. ഇടി വയസ്സ് മാത്രം എന്തൊരു കിട്ടില്ല ബോഡി ഷേപ്പ്, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അതാണ് പറഞ്ഞത്, ഡയറ്റും വർക്കൗട്ടും ചെയ്ത് ആർക്കും ഇതുപോലെ ആവാന്ന്. എടി ഇത് നിന്റെ ഡയറ്റും വർക്കൗട്ടും കാര്യങ്ങളൊന്നും അല്ല, ഇത് സൈക്ലിംഗ് ചെയ്തിട്ടാണ് ഈ ചേച്ചി മെലിഞ്ഞ. എടി പൊട്ടി, സൈക്ലിംഗ് ഏറ്റവും നല്ല വർക്കൗട്ട് അല്ലേ? അത് ചെയ്ത് ആരുടെ മെലിയാത്ത? അവിടെ നിന്നും പോയി. ചേച്ചി ഇതുപോലെ സൈക്ലിംഗ് ഒക്കെ ചെയ്ത് മെലിയാനാണെങ്കിലേ ഞാൻ സൈക്ലിംഗ് ചെയ്താലോ? നിനക്ക് അവിടെ സൈക്കിൾ ഇരിക്കുന്നു. എന്റെ സൈക്കിൾ ഇല്ല, പക്ഷെ മേടിക്കാലോ സൈക്കിൾ. എന്തോന്ന് സൈക്കിള് അച്ഛനടുത്ത് അമ്മയടുത്ത് പറഞ്ഞ് മേടിക്കാലോ. അച്ഛനോട് അമ്മയടുത്തും പറഞ്ഞ് സൈക്കിള് മേടിക്കാം. ഓടിച്ചല്ലേ മക്കൾക്ക് ഇപ്പൊ അച്ഛനും അമ്മയും മേടിച്ചല്ലേ സൈക്കിൾ. നീ പറയാത്ത താമസം മക്കളെ, ഇന്നാ സൈക്കിൾ എന്നും പറഞ്ഞ് നിന്റെ മുമ്പ് കൊണ്ട് വെച്ചേ. ഓടിപ്പോ. നീ അങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞ അതൊരു മേടിച്ചു തരുമല്ലോ എനിക്ക് സൈക്കിള്. എടി നിനക്ക് എല്ലാ കാര്യത്തിനും ഈ ആരംഭ ശൂരത്വമാണ് നിനക്കുള്ളത്. അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്തോ ആരംഭശൂരത്തോ? അതൊന്നും വേണ്ടട്ടോ. ഇതുപോലത്തെ മലയാളത്തിൽ കട്ടിയുള്ള വാക്ക് പറയാൻ എനിക്കും അറിയാം. നീ പോ ചെല്ല്. എടി ഞാൻ സോപ്പിട്ട് സൈക്കിള് മേടിപ്പിക്കും കേട്ടാ. നീ സോപ്പിട്ട് സൈക്കിള് മേടിക്കോ മേടിക്കാതിരിക്കോ എന്തോ ചെയ്യ്, അതിന് എനിക്കെന്തോന്നു. ഇത് അസൂയ ചേച്ചി, ഇത് അസൂയ. ഞാനെങ്ങാനും സൈക്കിള് ചവിട്ടി മെലിഞ്ഞ് സ്ലിം ആയി കഴിഞ്ഞാൽ നിന്റെ വില ഇടിഞ്ഞു പോകും. അതുകൊണ്ട് ഓരോ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞത് ഇത് മുടക്കാൻ ശ്രമിക്കുന്നില്ലേ ഇറങ്ങി. അയ്യോ കഷ്ടം, വില ഇടിഞ്ഞു പോകും. അത് നിന്റെ മുമ്പ്, നിന്നെ പോലെ ഒരുത്തീരെ മുമ്പ്. ഒന്ന് പോ കുട്ടി അവിടെ നിന്ന്. പറയണേ വേറെ ഒന്നും കിട്ടിയില്ല, വില ഇടിഞ്ഞു പോകും. അത് ഇവളെ മുമ്പ്. എടി ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ. നീ എന്റെ അച്ഛനെ കൊണ്ട് മുടിപ്പിക്കാനായിട്ട് ഒരു തയ്യൽ മിഷൻ വാങ്ങിച്ച കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മിഷൻ വാങ്ങിച്ചിട്ട് അതിന്റെ കഥ എന്തായി അവസാനം? എന്തായി? എന്തോ അങ്ങനെ ആദ്യമായിട്ട് തയ്ക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും. എടി ആ തയ്യൽ മിഷൻ വാങ്ങിച്ചോന്ന് വെച്ച് ഇവിടെ ആർക്കും നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. നഷ്ടമൊന്നും ഉണ്ടായില്ലേ? അന്നത്തോടെ അച്ഛൻ ഒരു വാക്ക് പറഞ്ഞു, നിനക്ക് ഇനി നിന്റെ ഒരു കാര്യത്തിന് അച്ഛൻ ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല, ആ തയ്യൽ മിഷൻ വാങ്ങിച്ചിട്ട് എവിടെ എടുത്തിട്ട് വർക്കിംഗ് ഏരിയയിൽ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന് നടക്കാനും പറ്റാതെ അമ്മയുടെ കാലും ഒടിച്ച് നീരായി അവസാനം അമ്മ അതെടുത്ത് സ്റ്റോർ റൂമിൽ കൊണ്ടിടേണ്ട അവസ്ഥ. എടി നീ ഈ തയ്യൽ മിഷനും സൈക്കിളും കൂടെ കൂട്ടി കുഴക്കിലിറങ്ങി കേട്ടല്ലോ. ഞാൻ കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല കേട്ടോ. എന്തോന്ന് വെച്ചാ ചെയ്. ഞാൻ എന്താണോ ചെയ്യാൻ പോണു. ഞാൻ സൈക്കിൾ മേടിക്കും, നീ നോക്കാം കേട്ടോ. നീ മേടിക്ക്, ഇപ്പൊ കിട്ടും. സൈക്കിൾ കിട്ടുമെന്ന് നീ വിചാരിക്കണ്ട കേട്ടാ. ഞാൻ വിചാരിക്കണ്ട. പോയടി അങ്ങോട്ട്. നീ പോ, ഉരുണ്ട് പോ, നമുക്ക് കാണാം. പൊന്നോ. ഞാൻ സൈക്കിൾ മേടിക്കുകയും ചെയ്യും, വേണ്ടി വന്നാൽ നിന്റെ മുമ്പിൽ കൂടെ സൈക്കിൾ നടത്തുകയും ചെയ്യും കേട്ടോ. നീ നടത്തും, നമുക്ക് കാണാം കാണാം. ചെല്ല്. ഇതുപോലുള്ളൊരു സാധനം പൈസ ചെലവാക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ കൊച്ച്. എന്തായാലും ഇറങ്ങി പോയല്ലോ, ബാക്കിയും കൂടി ഇരുന്ന് പഠിക്കാം. അയ്യോ അമ്മ, അമ്മ തുടക്കുവാണോ അമ്മ? കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് അങ്ങനെ അയ്യേ അങ്ങനെയൊക്കെ തന്നെ തോന്നി. അങ്ങനെയൊക്കെ തന്നെ തോന്നിയല്ലേ? ഇതങ്ങോട്ട് കയ്യിൽ വാങ്ങിച്ചിട്ടേ ഇങ്ങനെ ആക്കണം തോന്നുന്നുണ്ടോ? അയ്യോ ഇല്ല ഇല്ല ഇല്ല. ശ്രമിച്ചു നോക്കുന്നോ? നല്ല അടിപൊളിയാ, ഫണ്ണാ. വേണ്ട വേണ്ട, എന്നാ പിന്നെ എവിടെയെങ്കിലും പോയിരുന്നൂടെ? അതല്ലമ്മ, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടമ്മ. എന്തോന്ന് കാര്യം? അതെ അമ്മ, അങ്ങോട്ട് നോക്ക്. നല്ല മെലിഞ്ഞുണങ്ങി സുന്ദരിയായി നല്ല ബോഡി ഷേപ്പ് ഒക്കെ ഉള്ള പിങ്കയെ ഒന്ന് ആലോചിച്ച് വെക്കേ. അയ്യോ, ഒട്ടും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. അതമ്മ നടക്കാത്ത കാര്യം സങ്കല്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല, അത് മാച്ചോളാം, അത് മാച്ചോളാം. അമ്മ ഇതൊരുമാ
അമ്മ നല്ല മെലിഞ്ഞ ഉണങ്ങി സുന്ദരിയായ മണിക്കുട്ടി ഒന്ന് സങ്കല്പിച്ചു നോക്കി. അല്ല സങ്കല്പിക്കാൻ എന്തിരിക്കുന്നു, അടിപൊളിയല്ലേ, സൂപ്പർ കട്ട ഗ്ലാമർ ആയിരിക്കല്ലേ. അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, മെലിഞ്ഞ. എനിക്കറിയാലോ. അപ്പൊ നമുക്കേ അങ്ങനെ മെലിയാനുള്ള ഒരു വിദ്യ ഞാൻ പറഞ്ഞാലോ? അതില് കാര്യമില്ല. നടക്കാത്ത കാര്യത്തിന് വേണ്ടിട്ടേ സമയം പാഴാക്കാനേ എനിക്ക് സമയമില്ല. അയ്യോ നടക്കൂല. അമ്മയുടെ ആര് പറഞ്ഞ? അമ്മ ഇത് നോക്ക്, നോക്കമ്മ. ഇതുണ്ടാ ഈ ചേച്ചി കണ്ടോ? കണ്ടു. ഈ ചേച്ചി 6 മാസം കൊണ്ട് 25 കിലോ ആണ് കുറച്ചു. ഓ, ഇങ്ങനെ പലതും വല്ലതും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ എങ്ങനെ ഇരുന്ന ഞാനാണ് അറിയാലോ. 50 കിലോ ഉണ്ടായിരുന്ന ഞാൻ എവിടെ എത്തി? 80 ചില്ലാൻ. എങ്ങനെയായി? എങ്ങനെയായി? എനിക്കറിയാം കഥ. എന്തെന്ന്? അമ്മയെ പണ്ട് നല്ല മെലിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ പ്രസവിച്ചതിന് ശേഷം അമ്മ തടി വെച്ചു. അല്ലേ? അതുകൊണ്ട് തന്നെ ഇതൊന്നും കാണിച്ച് എന്നെ മയക്കിട്ട് കാര്യമില്ല. നടക്കാൻ പോണില്ല ഇതൊന്നും. അമ്മ ഈ ചേച്ചി എങ്ങനെ മെലിഞ്ഞെന്നറിയോ അമ്മയ്ക്ക്? സൈക്കിൾ ചവിട്ടിട്ട്. സൈക്കിൾ ചവിട്ടിട്ടോ? സൈക്കിൾ ചവിട്ടി ഇങ്ങനെയൊക്കെ ആവൂ? പിന്നെ സൈക്കിൾ ചവിട്ടി ഇതുപോലെ മെലിയോ അമ്മ? സൈക്കിൾ ചവിട്ടി ഇങ്ങനെ മെലിഞ്ഞു കഴിഞ്ഞാല് സൂപ്പർ ആയിരിക്കില്ലേ? നമുക്ക് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്ത് നോക്കണം. നടക്കൂല. സൈക്കിൾ പറഞ്ഞ് കുറയുവാണെങ്കിൽ നല്ലത്. നല്ലതല്ലേ? സൂപ്പർ ആയിരിക്കും നമ്മളെന്റെ ഒരു അല്ലേ? പിന്നെ അടിപൊളിയായിരിക്കും. ആയിരിക്കും. അപ്പൊ അമ്മ നമ്മളിങ്ങനെ സൈക്കിൾ ചവിട്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ മെലിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നിശ്ചയദാർഢ്യം, ഡിറ്റർമിനേഷൻ, അതല്ലേ? അത് വേണം. അത് നമുക്ക് ഓൾറെഡി വേണമല്ലോ. അല്ലാണ്ട് വേറെ ഒന്നും കൂടെ വേണം. അതെന്ത് വേണം? ആത്മവിശ്വാസം. ആത്മവിശ്വാസവും വേണം. ഡിറ്റർമിനേഷനും ആ സംഭവം നമുക്ക് വേണം. അല്ലാണ്ട് വേറൊരു സാധനം കൂടെ ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കത്തുള്ളൂ. എനിക്കറിയാം. ക്ഷമയല്ലേ? അല്ലേ? ക്ഷമയും വേണം മണി. അല്ലാതെ വേറൊരു സാധനം വേണം. എന്താണെന്നറിയോ? സൈക്കിള് വേണം. സൈക്കിൾ ഇല്ലാതെ സൈക്കിളോട്ട് വണ്ണം കുറയ്ക്കാൻ പറ്റില്ലല്ലോ. സൈക്കിൾ വേണം. എനിക്ക് ദൂരം അറിഞ്ഞൂടെ? വണ്ടി. അമ്മ തോക്കി കയറി വെടിവെക്കാ. ഞാൻ പറയണേ കേക്ക്. അമ്മ സൈക്കിൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സൈക്കിൾ ഉണ്ടോ? നമ്മുടെ സൈക്കിൾ ഇല്ല. അപ്പൊ അതുകൊണ്ട് നടക്കൂല. അങ്ങനെയല്ല, അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ നമുക്കൊരു സൈക്കിൾ അങ്ങ് മേടിക്കാം. അമ്മ പറയണം. അപ്പൊ അതാണ് എന്റെ കോഴി മുട്ടയിടാൻ വരുമ്പോലെ പതുങ്ങി മക്കള് വന്നത്. എനിക്ക് എപ്പോഴേ മനസ്സിലായി എന്തോ ഒരു പണിയും കൊണ്ടുള്ള വരവായിരുന്നു. അപ്പൊ ഇതായിരുന്നല്ലേ പണി, ചെലവ് പണി. അമ്മ അങ്ങനെയല്ല അമ്മ. അമ്മ ഒരു കാര്യം ചിന്തിക്കാം അമ്മ. സൈക്കിളിന് ഇപ്പൊ ഒരു സ്പോർട്സ് സൈക്കിളിന് കൂടെ ഒരു 13,000 രൂപ എന്തോ ഉള്ളു. അത്രയും രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സൈക്കിൾ കിട്ടും. ആ സൈക്കിൾ ഓട്ടിച്ച് നമ്മൾ വണ്ണം കുറഞ്ഞ് മെലിഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആവുകയും ചെയ്യും. ആ ഒരു സൈക്കിൾ കൊണ്ട് 2 ഉപകാരമുണ്ട്. എനിക്കും വലിയ അമ്മയ്ക്കും വലിയ. 13,000 രൂപയുടെ സൈക്കിൾ ഓട്ടി മെലിയ. നീ മറ്റേ അംബാനിയുടെ മോളല്ലേ? എന്റെ ഭർത്താവ് അംബാനിയുടെ മക്കൾക്ക് മാത്രമേ സൈക്കിൾ ഓട്ടി മെലിയാൻ പാടുള്ളൂ. നമുക്കൊന്നും മെലിയും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. ഞാൻ ഈ മോപ്പ് വെച്ച് കുത്തുവെച്ചരും. അമ്മ കുത്തുവെച്ച് കൂടെ അമ്മ. കുത്തുവയ്ക്കും എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. എന്തോന്ന് കാര്യം അറിയോ? എന്ത് കാര്യം? എന്ത്? നമുക്ക് 13,000 രൂപയുടെ സ്പോർട്സ് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കണം എന്ന്. മറ്റേ വണ്ണം കുറയെ. എത്രയുടെ? 13,000. അയ്യേ എന്നായിരിക്കണം. നിങ്ങൾക്ക് എന്തോട് പ്രശ്നം? 13,000 അല്ലേ പ്രശ്നം? 13,000 വേണ്ട. നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ പുതിയ സൈക്കിൾ മേടിച്ചാലേ 13,000 ആവുള്ളൂ. സെക്കൻഡ് ഹാൻഡ് മേടിക്കാം. സെക്കൻഡ് ഹാൻഡോ? എന്തോ എങ്ങനെ? സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കണമെങ്കിൽ കുറഞ്ഞതും 5,000-6,000 രൂപയെങ്കിലും കൊടുക്കണം. ഇപ്പൊ 5,000-6,000 രൂപ കൊടുത്ത് അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ മേടിക്കണ്ട. കൂടിപ്പോയ 2 ദിവസം ഇവിടെ ഓട്ടി. എന്നിട്ട് അത് പൊടി അടിച്ച് ആ മൂലയ്ക്ക് ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് വല്ല തുണി ഉണക്കാനായിട്ട് ഇടാൻ വേണ്ടിട്ട് കൊള്ളാവൂ. പിന്നെ അങ്ങനെ ഇപ്പൊ എന്റെ അച്ഛന്റെ കാശ് നീ അങ്ങനെ ചെലവാക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. റിങ്കി, നിന്റെ അടുത്ത് ഞാൻ 1000 തവണ പറഞ്ഞിട്ടുണ്ട്. ഒരുമാതിരി നിന്റെ അച്ഛൻ നീ ഇങ്ങനെ പറയരുത്. അന്നേരം എന്റെ കൂടെ അച്ഛനല്ലേ? ഞാൻ ഇനി അങ്ങനെ പറയൂടി. തവിട് കൊടുത്ത് മേടിച്ചോളെ. ഇനിയും പറയും. തവിട് കൊടുത്ത് മേടിച്ചത് നിന്നെ അടി. തവിട് കൊടുത്ത് മേടിച്ചത് മുരിയാൻ പോലെ. നീ എന്തിനാടി ഇപ്പൊ എന്നെ അടിച്ചേ? ഒരു രസം. ഒരു രസം. എന്തിനാടി ഇപ്പൊ എന്നെ അടിച്ചേ? ഒന്നും അടിക്കാൻ പാടില്ല. ഇവിടെ നടിയുണ്ടാക്കാൻ പറ്റില്ല. എനിക്ക് പണി നടക്കണം. ആ അമ്മ എവിടെ നിൽക്കുന്നോണ്ട് അമ്മേനെ പൂച്ച ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. നിനക്ക് ധൈര്യം പുറത്തോട്ട് ഇറങ്ങി വാടി. പിള്ളേരിത് അടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പൊ അമ്മ ഉരുട്ടി വെച്ചേക്കാം കേട്ടാ. വാടി, ധൈര്യം വാടി.
എടി ഡ്രിങ്കി ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തവിട് കൊടുത്ത് മേടിച്ചതാണ് എന്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയരുത് കണ്ടില്ല ഞാൻ ഇനിയും പറയോടി തവിട് കൊടുത്ത് മേടിച്ചവളെ ആരെടി തവിട് കൊടുത്ത് മേടിച്ച ഞാൻ വേണമെങ്കിൽ തുപ്പി കാണിക്കാം എടി ഒത്തില്ലടി ഒത്തില്ല എന്തോ ആളി നീ കാണിക്കുന്ന ഒരുമാതിരി വൃത്തിയായിട്ട പിള്ളേരെ കണക്ക് എടി നിന്നെ ഒരു തവിട് കൊടുത്ത് മേടിച്ചു നിന്നെ ഒരു തവിട് കൊടുത്ത് മേടിച്ചു നിന്നെ തന്നെയടി സൈക്കിളിൽ ഓട്ടിക്കണം പോലെ സൈക്കിൾ മേടിച്ച് ഇപ്പൊ ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങ് വണ്ണം അങ്ങ് കുറയും ആദ്യം നിന്റെ ഈ തീറ്റ കുറയ്ക്കണം കേട്ടാ എന്നാലേ ഈ പൊണ്ണത്തടി കുറയുള്ളൂ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോട് എന്റെ തീറ്റ കാര്യത്തെ പറ്റി ഇങ്ങനെ പറയുന്നത് ആ, ഞാൻ ഇനി പറയാം. അതിനോട് നീ നിനക്ക് എന്തടി നിന്റെ കാശ് കൊണ്ട് നല്ല നീ തിന്നെടി. തിന്ന് 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 ഭൂതത്തിനെ പോലെ അയ്യോ അയ്യോ ഇവിടെ രണ്ട് കടി തൊട്ട് അയ്യോ അമ്മ അമ്മ എനിക്ക് രണ്ടെണ്ണം കിട്ടിയില്ല അവക്ക് കിട്ടിയില്ല കറിയത്ത് കയറിയില്ലെങ്കിൽ അരി വരും അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഞാൻ നോക്കി ഇനി കിട്ടും പോ രണ്ട് വഴിക്ക് പോക്കോ നിർത്തി വെച്ചിട്ടുണ്ട് എന്നെ ഓട്ടിക്കരുത് നീ പരിപാടി നിർത്തിക്കോ ഓ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇതും കൊണ്ട് ഇവിടെ നിൽക്കും ഓക്കെ ഞാൻ പോവാം പോ ഓക്കെ ഞാൻ അതോ അതോ ഇല്ലെങ്കിൽ എറിയും ഞാൻ സാറേ അമ്മേ അയ്യോ 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 അമ്മ എന്നെ തലയിലമ്മ വേണമെങ്കിൽ കൊടുത്തു അമ്മ എനിക്കതിനുള്ള ആരോഗ്യമില്ലമ്മ മതി 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 സുല്ല് 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 പീസ് അയ്യോ അവിടെ മാറ്റി മാറ്റി വെക്കാനാ ഇവിടെ തന്നെ ഇരിക്കട്ടെ അയ്യോ മാറ്റിക്കഴിഞ്ഞാ നീ എന്ത് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഇരിക്കട്ടെ എനിക്കൊരു ധൈര്യത്തിന് മണി എന്തെല്ലാരും വെളിയിലെങ്കിലും മടിയൊക്കെ ആയിട്ട് കളമരെല്ലാം കയറിയോ ഇല്ലച്ചാ കൊന്നച്ചാ കൊന്ന് എന്താ മണി അമ്മ നമ്മളെ കൊന്നു അതെ ഇവളമാരെയൊക്കെ തല്ലിനെ നിർത്തിട്ട് ഞാൻ കൊല്ലാൻ പോവാ എന്ത് കാര്യം എന്തു പറ്റി ഇതേ ഇവളുമാര് നാണക്കേട്ടുണ്ടാക്കാൻ പോവാം പരസ്പരം തല്ലി ചത്തുന്നുള്ള നാണക്കേട്ടുണ്ടാക്കുന്നേക്കാളും നല്ലതേ തള്ള തല്ലി കൊന്നുള്ള ഒരു പേര് മതി എന്തോന്ന് മക്കളെ എപ്പോഴും ഇങ്ങനെ തമ്മി തല്ലുമായിട്ട് നടക്കുക എന്തോന്നിത് എന്തു അച്ഛാ ഞാനൊന്നും അല്ല അച്ഛാ ഈ സാധനമാണ് എന്നെ തല്ലിയത് എന്റെ ദൈവമേ ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയണോക്കെ നീ എന്നെ തല്ലാത്ത പോലെ എന്റെ പൊന്നച്ചാ ഞാൻ ഒരു ചെറിയ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു എനിക്കൊരു സൈക്കിള് വേണം ആ സൈക്കിള് കിട്ടിക്കഴിഞ്ഞാൽ ഈ മുറ്റത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിച്ച് എനിക്ക് വെളിയാലോ എന്ന് വിചാരിച്ചു ഞാൻ ഇവർക്ക് ആഗ്രഹം പറഞ്ഞപ്പോ രണ്ടും കൂടെ എന്നെ കടിച്ചു കയറി പിന്നെ വന്ന് പിന്നെ ഇവളാണെങ്കിൽ ഇടിച്ച് എന്റെ അമ്മയെ ഇഞ്ചം പരിവാക്കി കളഞ്ഞില്ല എന്തോന്ന് മോളെ ഇത് അവള് കുഞ്ഞു സൈക്കിള് വേണമെന്ന് പറഞ്ഞോണ്ടേ അവളിങ്ങനെ ക്രൂരമായിട്ട് ഇടിക്കണോ മോശമായി പോയി ശരി മോശമായി പോയെന്നൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ ഈ മടൽ വാങ്ങിച്ചോളെ തലമണ്ടക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ട് സംസാരിക്കും മോളെ നിനക്കൊരു സൈക്കിൾ വേണമെന്ന് ഞാൻ നീ അച്ഛനോട് പറയണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ഛൻ സാധിച്ചു തരില്ലേ അച്ഛൻ നിനക്ക് സൈക്കിൾ വാങ്ങിച്ചു തരില്ലേ സത്യം പിന്നെ എന്റെ അച്ഛൻ അല്ല ഇത് അല്ല അച്ഛൻ അങ്ങനെ പറയാറില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു തരില്ലേ മോക്കൊരു സൈക്കിൾ വന്ന് ഞാൻ അച്ഛൻ വാങ്ങിച്ചു തരും അച്ഛനടുത്ത് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു അതിനാണ് ഇവിടെ കിടന്ന് അടിയും പിടി എന്നാ പിന്നെ പെട്ടെന്ന് പോയി മേടിച്ചിട്ടോ ഞാൻ ഇന്ന് തന്നെ സൈക്ലിംഗ് തുടങ്ങും ഓ അയ്യോ അത് കൊള്ളാം ദൈവമേ വെറുതെ അല്ല മാനത്തിരുട്ട് കയറിയത് സൈക്കിള് ചവിട്ടി മെലിഞ്ഞ് എനിക്ക് സുന്ദരിയാവണം എന്നിട്ട് വേണം അവളടുത്ത് ഷോ കാണിക്കാൻ എനിക്ക് കുറച്ച് അച്ഛാ മോളെ ഞാൻ റെഡി എവിടെ എന്റെ സൈക്കിൾ ഓ എന്റെ പൊന്നാര മോളെ നീ ഇവിടെ നിന്ന് എങ്ങനെയാ കാണാൻ പറ്റും നീ ഫ്രണ്ടിലോട്ട് വാ മക്കളെ അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യൂലേ സൈക്കിൾ കൊണ്ടുവന്ന് എവിടെ എന്നിട്ട് വാ എവിടെ എന്തോന്നത് മോളല്ലേ പറഞ്ഞ ഒരു കുഞ്ഞു സൈക്കിൾ വേണം കുഞ്ഞു സൈക്കിൾ എന്നല്ലേ കുഞ്ഞു ഉന്തു വണ്ടി എന്നല്ലല്ലോ പറഞ്ഞേ കുഞ്ഞു സൈക്കിൾ എന്ത് ഇതാ സൈക്കിള് ഇതെങ്ങനെ ഞാൻ ഓട്ടിക്കും
എന്റെ പൊന്നച്ചാ, അച്ഛൻ ആരച്ചാ ബാങ്കിൽ എടുത്തത്? എന്ത് മോള് പറഞ്ഞ ഒരു കുഞ്ഞു സൈക്കിൾ വേണം, അതിന് അടിവരെ കൂടിയില്ല നിങ്ങൾ. എന്റെ ദൈവമേ, അച്ഛൻ ഇത്ര അനുസരണം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലേട്ടാ. അച്ഛൻ ഇത് ആർക്ക് കൊടുക്കേ? എനിക്കാ അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഭാവിയിൽ എങ്ങാനും ഞങ്ങൾക്ക് ഇനി അനിയനോ അനിയത്തി വരികയാണെങ്കിൽ എടുത്ത് വെച്ചരാ കൊടുക്ക. എന്തോ അച്ഛൻ, ഞാൻ ഇവിടെ സൈക്കിൾ ആവട്ടെ മെലിയാന്ന് പറഞ്ഞ ആഗ്രഹിച്ചു വന്നപ്പോ ഒരുമാതിരി ഒരു ആക്ര സാധനം എടുത്തോണ്ടെങ്കിൽ അച്ഛൻ വല്ല ആക്ര കടവല്ലോണ്ട് എനിക്ക് അറിയാൻ പറ്റത്തെന്ന് ചോദിക്കാൻ. മണി നിനക്ക് മെലിയ, അതെ സൈക്കിളിൽ ഇങ്ങനെ ചവിട്ടായിരിക്കില്ല, ഇങ്ങനെ തട്ടി തട്ടി നിനക്ക് മെലിയ. ഈ സൈക്കിൾ നിനക്ക് ഇനി റാലി നടത്തയോ സൈക്കിൾ എറ്റ നടത്തയോ എന്ത് വേണോ ചെയ്യാം. പോരാത്തതിന് ചൂപ്പിക്കൊണ്ടിരിക്കാൻ വേണ്ടി വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ ഇല്ലേ? നിന്നെ ഞാൻ കൊണ്ടുകൂടി നോക്കി കാണിക്കുന്നത് അല്ല മണി. ഞാൻ ചോദിച്ചോട്ടെ, ആ സൈക്കിൾ എന്ത് കുഴപ്പം? സൈക്കിളിന് ഒരു കുഴപ്പമില്ല. പിന്നെ അവിടെ പെയിന്റ് പോയിട്ടുണ്ട്, അത് നമുക്ക് അടിക്കാലോ. നിങ്ങളുടെ വണ്ടിയെക്കാളും കണ്ടീഷനാ. നാളെ മുതലേ ബാങ്കിൽ പോവാൻ ഇതെടുത്തു. മണി